നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ പേരും ഈ ഒരു സമയത്ത് നോ കോണ്ടാക്റ്റിലാണ് അല്ലെങ്കിൽ സെപ്പറേഷനിലാണ് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോകാൻ കഴിയാത്തവണ്ണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ സെപ്പറേഷനിലാണ്, രണ്ടു പേർക്കും ഇനിഷ്യേറ്റീവ് എടുക്കാൻ കഴിയുന്നില്ല. രണ്ടു പേരും അത്ര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. പക്ഷേ എന്തൊക്കെയോ ചില പ്രേരണകൾ കൊണ്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും അട്രാക്റ്റഡ് ആയിട്ട് വീണ്ടും തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറാനായിട്ട് കഴിയാത്തൊരു സാഹചര്യം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ഈ സെപ്പറേഷൻ രണ്ടുപേരെയും ഒത്തിരി ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു റിയൽ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ്. നിങ്ങളുമായിട്ടുള്ളൊരു ഫാമിലി ലൈഫാണ് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഫാമിലി, കുട്ടികൾ, അതുപോലെ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ തമ്മിൽ സോൾ കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ആഴമേറിയതാണ്. നിങ്ങൾ ഫിസിക്കലി സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും നിങ്ങളുടെ സോളുകൾ തമ്മിൽ വളരെയധികം കണക്റ്റ് ആയിട്ടുണ്ട്. ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും പലർക്കും അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടു പേർക്കും സെയിം ഫീലിങ്സ് ആണ്. മേ ബി നിങ്ങൾ ട്വിൻ ഫ്ലെയിം എനർജി ആയിരിക്കാം. ഓക്കെ, അത്രമാത്രം സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ചിലപ്പോൾ ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളും ആയിരിക്കാം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഈവൻ അവരുടെ ആബ്സെൻസിൽ പോലും നിങ്ങൾക്ക് അവരുടെ ആ ഒരു സാമീപ്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. ഈ വ്യക്തിയെ നിങ്ങൾ ചിലപ്പോൾ ഡ്രീം ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് കാണുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണുന്നുണ്ടാവാം. അതൊക്കെ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളിൽ കൊണ്ടുവരുന്നുണ്ടാവാം. ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ കണക്ഷനെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദിവസത്തിൽ പലതവണ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവേണ്ടത്, ഒരു ആക്ഷൻ എടുക്കേണ്ടത് എന്ന് പോലും ഈ ഒരു നിമിഷത്തിൽ പോലും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആൻഡ് യെസ്, ഈ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല. അതിൽ അവർ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതായത് അവരായിട്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് മൂവ് ഓൺ ചെയ്ത് പോയതായിരിക്കാം. പക്ഷെ അവർ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതായത് എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പിൽ ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങളിൽ വീണ്ടും അത് പുനരാരംഭിക്കേണ്ടത് എന്ന് ഓർത്ത് അവർ സങ്കടപ്പെടുകയാണ്. അവർ നിങ്ങൾ പോലും അറിയാണ്ട് അവർ കരയുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. മേ ബി അവർ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കാം. അവർ നല്ല സന്തോഷമായിട്ട് നിങ്ങൾ കാണപ്പെടുന്നുണ്ടാവാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അവർക്ക് യാതൊരു ഫീലിങ്സും ഇല്ല, അവർ ഒരുപാട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കും എന്നെല്ലാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ പോലും അറിയാതെ ഈ റിലേഷൻഷിപ്പിനെ ഓർത്ത് അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, അവർ അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു കാർമിക് സിറ്റുവേഷൻ നിലനിന്നത് കൊണ്ട് തന്നെയാണ് ഈ സെപ്പറേഷൻ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. മേ ബി ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറോ കൂട്ടുകാരോ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ ഒരു കാർമിക് സിറ്റുവേഷൻ അത്രമാത്രം ആഴമേറിയ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ സെപ്പറേഷൻ മാറണമെന്ന് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിമിഷമാണ്. അതുകൊണ്ട് തന്നെ ഇൻ ഫ്യൂച്ചർ അവർ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനാണ് അവരുടെ ലൈഫിലുള്ള ആ ഒരു കാർമിക് സിറ്റുവേഷൻ. മേ ബി അതൊരു ഫാമിലി ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം. അതിനെല്ലാം ഒഴിവാക്കി തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ളൊരു സ്ട്രെങ്ത് ഇപ്പോൾ ആ വ്യക്തി നേടിയെടുത്തിരിക്കുകയാണ്. അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ മെമ്മറീസ് അവരെ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നു. നിങ്ങൾക്ക് പകരം മറ്റൊരു കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് അവർ റിയലൈസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള റിയൂണിയനാണ് ഏതൊരു സമയത്തും അവർ ഡ്രീം ചെയ്യുന്നത്. ഓക്കെ, അവരുടെ ലൈഫിൽ മറ്റൊരു സന്തോഷത്തിനേക്കാളും ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് കംഫർട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളാണെന്ന് ഈ ഒരു മൊമെൻറ്റിൽ അവർ മനസ്സിലാക്കുന്നുണ്ട്.
അവർ വളരെ ഹാപ്പി ആയിട്ട് കാണപ്പെടുന്നു എന്നുള്ളത് ഇതിലെ ഒരു പോസിറ്റീവ് സൈനാണ്. നിങ്ങൾക്ക് പോലും ഫീൽ ചെയ്യുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് യാതൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, യാതൊരു താല്പര്യവും ഇല്ല എന്ന് പോലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ അവരുടെ റിയാലിറ്റി അവർ മറച്ചു വെച്ചിരിക്കുകയാണ്. അവരുടെ റിയൽ ഫേസ് അവർ മറച്ചു വെച്ചിരിക്കുകയാണ്. അവർക്ക് നിങ്ങളോട് എത്രമാത്രം സ്നേഹമാണ് എന്നുള്ളത് മേ ബി നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല. ഓക്കെ. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ഇപ്പോൾ അവർ ഉണർന്നെഴുന്നേൽക്കുന്ന നിമിഷത്തിൽ പോലും അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവർ ഉറങ്ങുന്ന സമയത്തും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. ആൻഡ് അവരുടെ ലൈഫിൽ ഒത്തിരി ഒബ്സ്റ്റാക്കിൾസ് ഉണ്ട്. ഈ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാൻ കഴിയാതെ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. പക്ഷെ അതിനെല്ലാം എതിർത്തുകൊണ്ട് ആ വ്യക്തി വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല. കാരണം ആ ഒരു രീതിയിലാണ് ആ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു ചിന്ത പോലും ഉണ്ടാവില്ല. കാരണം ഈ വ്യക്തി ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പക്ഷേ അവരുടെ ആ സ്നേഹം അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഫീലിങ്സ് അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതായത് ഈ ഒരു മൊമെന്റിൽ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളില്ലാതെ അവർ ഒരുപാട് ഡിസ്കംഫർട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. അവർ ഈ ഒരു ഫേസാണ്. അവർക്ക് എപ്പോഴും ഈ റിലേഷൻഷിപ്പ് ഒരു നല്ല രീതിയിൽ പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റ്, നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല എന്ന് ഓർത്ത് അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഓക്കെ. ആൻഡ് യെസ്, അവരൊരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. എപ്പോഴും അവർ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് കാണപ്പെടുന്നത്. ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ്. അവരെ മാനസികമായിട്ട് ഒരുപാട് തളർത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. മേ ബി അവരുടെ ലൈഫ് സിറ്റുവേഷൻസും അങ്ങനെ ആയിരിക്കാം. മേ ബി അവരുടെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഫിനാൻഷ്യലി അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. ആ ഒരു രീതിയിലിരിക്കുമ്പോഴും നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോകുന്നത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അത്രമാത്രം ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ്. അവരുടെ ലൈഫിൽ എപ്പോഴും അവർ ബിസിയായി കാണപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരിക്കലും അവർ മാറ്റി വെക്കുന്നില്ല. നിങ്ങളോടുള്ള ഫീലിങ്സ് അവർ ഒരിക്കലും മാറ്റി വെക്കുന്നില്ല. ഓക്കെ. ആൻഡ് ഫൈനലി അവർ ഇപ്പോഴും അവർ റിയലൈസ് ചെയ്യണം അവരുടെ ലൈഫിൽ അവർ നിങ്ങൾക്ക് എത്രമാത്രം വാല്യൂ ആണ് കൊടുക്കുന്നത്. അവരുടെ ലൈഫിലെ ഒരു വെളിച്ചമാണ് നിങ്ങൾ. അവരുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ അവർക്ക് സന്തോഷം കൊടുത്തിട്ടുള്ളൊരു വ്യക്തി. നിങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരു വ്യക്തിയില്ല എന്ന് പോലും അവർ റിയലൈസ് ചെയ്ത് കഴിഞ്ഞ വ്യക്തിയാണ്. അത്രമാത്രം ഒരു സന്തോഷമാണ് ഈ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിരുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ. യെസ്, ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നൊരു സമയമാണ്. ഫിസിക്കലി ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് എന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും മനസ്സിലാക്കുന്ന ഒരു മൊമെൻ്റാണിത്. ഓക്കെ. ന്യൂ ബിഗിനിങ്സ്. ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ഒരു ക്ലാരിറ്റിയും കിട്ടാനില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ്സ് ഉണ്ടാവുകയാണ്. ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഈ വ്യക്തി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ വ്യക്തി ഒരുപാട് നിങ്ങളെ ജെന്യുവനായിട്ട് തന്നെയാണ്, വളരെ സിൻസിയറായിട്ട് തന്നെയാണ് നിങ്ങളെ പ്രണയിക്കുന്നത്. ആ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പാണ് ഇതിൽ കാണുന്നതിൻ്റെ എനർജി കൂടുതലായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരുപാട് ചാൻസസ് ഉണ്ട്, ഒരുപാട് പോസിബിലിറ്റീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ.